അപ്പൊ ഏച്ചി ഇപ്പം എത്ര വർഷമായി ഇപ്പം ടീച്ചിങ് ഫീൽഡില്? ഞാൻ ഒരു 5th മുതൽ ഏച്ചിനെ കാണുന്നുണ്ട്. ഞാനൊരു ഓൾ ടുഗദർ ഒരു 17-18 ഇയേഴ്സ്. 18 ഇയേഴ്സ് ആയി അല്ലേ? ഏച്ചി എന്തായിരുന്നു ടീച്ചിങ് ഫീൽഡിലേക്ക് വരാൻ കാരണം? സത്യം പറഞ്ഞാൽ ഫസ്റ്റ് എന്റെ പ്രിഫറൻസ് ടീച്ചിങ് അല്ലായിരുന്നു, പോലീസിലാവാനായിരുന്നു. അപ്പോ പിന്നീട് അത് എനിക്ക് ഒന്നാണ് സ്പോർട്സിലും ഒന്നിലും ഞാൻ അത്ര ആക്റ്റീവ് അല്ല. അപ്പോ സെക്കൻഡ് എനിക്ക് എന്റെ പഠിപ്പിച്ച ടീച്ചേഴ്സ് എനിക്ക് ഒരുപാട് എന്നെ സ്വാധീനിച്ച പ്രത്യേകിച്ച് 2 ടീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് പറയാനുള്ളത് എന്നെ ട്യൂഷൻ പഠിപ്പിച്ചൊരു ജയഘോഷ് സാറ്, എന്നെ സ്കൂളിൽ പഠിപ്പിച്ചൊരു സാറാമ്മ ടീച്ചർ. അപ്പൊ ഇവരുടെ ഈ ജയഘോഷ് സാർ എന്ന് പറഞ്ഞാൽ ട്യൂഷൻ പഠിപ്പിക്കാൻ സാറ് B.Ed കഴിയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ സാറിന്റെ ആ ടാലന്റ് ഉണ്ട്. ചെറിയ ഇംഗ്ലീഷ് ആണ് ഞങ്ങൾ പഠിപ്പിച്ചിരുന്നത്. അപ്പൊ പാട്ടുകളിലൂടെയും കുട്ടികളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെന്നിട്ട് സാറ് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ ആ ഒരു അങ്ങനെ നല്ല ടീച്ചർ ആവാൻ ഒരു ഇഷ്ടം വന്നു. ചെറുപ്പത്തിലെ ഫാമിലിന്നൊക്കെ എങ്ങനെയായിരുന്നു? ടീച്ചർ ആവുന്ന സമയത്ത് സപ്പോർട്ടീവ് ആയിരുന്നു അല്ലെങ്കിൽ ആക്ച്വലി ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്തായിരുന്നു? ഫാമിലിയില് അച്ഛൻ ഗവൺമെന്റ് സർവീസിലായിരുന്നു, അമ്മ ഹൗസ് വൈഫാണ്. പിന്നെ ആരും ടീച്ചിങ് ഫീൽഡിൽ ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ ആരും ഇല്ല. പക്ഷെ ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. ആഫ്റ്റർ മാരേജ് ആണ് ഞാൻ B.Ed ചെയ്തതും PG ചെയ്തതും ഒക്കെ തന്നെ. അപ്പം എൻ്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഫീൽഡിലേക്ക് വന്നത്. പിന്നെ ട്യൂഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബിഫോർ മാരേജ് തന്നെ. അപ്പോഴേ കുട്ടികൾക്ക് ഒരു പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. അതുപോലെ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ കൂടെ ഉള്ളവരോട് ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നും. അതെ. അപ്പൊ എവിടെയോ എനിക്ക് ടീച്ചിങ് പറ്റും. അത് എനിക്ക് അതെ. B.Ed കഴിഞ്ഞ് നേരെ സ്കൂളിലേക്ക് കയറി. വളരെ B.Ed കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ കല്ലായി AWH ഞാൻ B.Ed കഴിഞ്ഞു. B.Ed കഴിഞ്ഞ് ഞങ്ങൾ റിസൾട്ട് കഴിഞ്ഞ് വരുന്ന ഞാൻ ഹസ്ബൻഡും സ്കൂട്ടറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ വഴിയുന്ന പ്രസന്റേഷന്റെ ഓപ്പോസിറ്റ് ഒരു സാവിത്രി സാബു മെമ്മോറിയൽ എന്ന സ്കൂളുണ്ട്. അപ്പൊ ഹസ്ബൻഡ് നമുക്ക് വെറുതെ ഒന്ന് കയറി നോക്കാം. B.Ed കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. അപ്പൊ അവര് പറഞ്ഞു അവിടെ എടുക്കാം, പക്ഷെ നിങ്ങളിത് ട്രെയിനിങ് ആയിട്ട് വിചാരിച്ചാൽ മതി, അതായത് വലിയ ശമ്പളം ഒന്നും പ്രതീക്ഷിക്കുക ആദ്യമേ പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെ ഫസ്റ്റ് അവിടെ ചേരുന്നത് ഒരു 1000 rupees ആയിരുന്നു എനിക്ക് ഫസ്റ്റ്. 2004 അപ്പോഴാണ് ഫസ്റ്റ്. അപ്പൊ മോനുണ്ടായ ശേഷം കേട്ടോ ഞാൻ B.Ed പോയത്. അപ്പൊ മോനെ ഞാൻ KG-യിലാക്കി, വേദവ്യാസത്തിൽ തന്നെ KG-യിലാക്കിയ ശേഷമാണ് B.Ed പോയത്. പിന്നെ വന്ന് ഞാൻ അത് കഴിഞ്ഞ് അവിടെ ഒരു ബ്രേക്ക് ആയി. ഞാൻ ഒരു വർഷം അവിടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മോള് പ്രഗ്നന്റ് ആയപ്പോൾ പിന്നെ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് മോളായ ശേഷം മോളെ KG-യിലാക്കിയ ശേഷമാണ് പിന്നെയും പ്രൊഫഷന് വേണ്ടി പോകാൻ തോന്നിയത്. അപ്പോൾ അവിടെ ശ്രീ രവിശങ്കർ അവിടെ പോയി ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോഴും വേദവ്യാസം ഞാൻ ചിന്തിച്ചിട്ടില്ല, കാരണം അവിടെ ഡിഗ്രി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്നെ പോലെ ഒരു സാധാരണ ഡിഗ്രിക്കാർക്ക് കിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ ശ്രീയിൽ പോയി. അപ്പൊ അവിടെ കിട്ടി. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേദവ്യാസത്തിൽ ഒഴിവ് വന്നു. അവിടെ ഒരു 3 മാസം വർക്ക് ചെയ്തിട്ടുള്ളൂ. വേദവ്യാസ വേക്കൻസി വന്ന് വെറുതെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്താണ്. അപ്പൊ അവിടെ അന്ന് കേണൽ സാറായിരുന്നു. സാറിന് എൻ്റെ അപ്രോച്ച് ഭയങ്കര ഇഷ്ടമായി. സാർ എന്നെ സെലക്ട് ചെയ്തു. അതിന് വേദവ്യാസം ചേർന്നിട്ടാണ് ഞാൻ PG ഒക്കെ കംപ്ലീറ്റ് ആക്കിയത്, ഡിസ്റ്റന്റ് ആയിട്ട്. ഈ 2 സ്കൂളിൽ വർക്ക് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അവിടെ കുട്ടികൾ ഏത് ടൈപ്പ് ആയിരുന്നു? അല്ലെങ്കിൽ കുട്ടികളൊന്നും എനിക്ക് എന്താ പറയാ, എല്ലാവരും വ്യത്യസ്തരാണ്, അത് ശരിയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്. ആദ്യത്തെ സാവിത്രി സാബുൽ എനിക്ക് ഞാൻ തുടങ്ങിയത് KG-യും ഫസ്റ്റ് സ്റ്റാൻഡേർഡും ആയിരുന്നു. അപ്പൊ B.Ed കഴിഞ്ഞ എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു അത്. അവിടെ മാത്രമാണ് എനിക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് പ്രശ്നം, കുട്ടികളെ വളരെ കുഞ്ഞു മക്കളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന്. പക്ഷെ മോനുള്ളത് കൊണ്ട് കുറെയൊക്കെ ഞാൻ ചെയ്തിട്ട് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് അടിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നീട് എനിക്കത് ആലോചിച്ചപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. പക്ഷെ ഇവിടെ ആയാലും സാവിത്രി സാബിലായാലും ഞാൻ 9th ഉം 6th ഒക്കെ എടുത്തത്. അപ്പോഴും കുട്ടികൾ അന്നേ എനിക്കിഷ്ടമായിരുന്നു. അവരും ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. അതേപോലെ സത്യം അതെയാണ്. കുറച്ചുകൂടി എന്താ പറയുക, വേദവ്യാസത്തിൽ ചെന്നപ്പോഴും കുറച്ച് പണിഷ്മെന്റ് ഒക്കെ കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഞാനിങ്ങനെ നമ്മളിങ്ങനെ അതുകൊണ്ട് മനസ്സിലായി, ഈ പണിഷ്മെന്റിനെക്കാളും അവരെ സ്നേഹം കൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്താ പറയാ, ഇമോഷണൽ ഡാമേജ് അങ്ങനെയാണ്. അപ്പൊ ആ സ്നേഹിക്കുന്ന അവര് പെട്ടെന്ന് അതാണ് അറ്റാക്ക്. അത് അവര് ഭയങ്കര ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ അടി കിട്ടുന്ന എക്സ്പെക്ട് ചെയ്ത് വരും. ആ കുട്ടീനോട്
സാരല്ല, നാളത്തേക്ക് അടിപൊളിയാക്കി കഴിഞ്ഞാല് ഉറങ്ങാൻ പോലും പറ്റില്ല വീട്ടിൽ പോയി കഴിഞ്ഞാല്. ഞാൻ അങ്ങനെയല്ല, ഞാൻ പറയും ഞാൻ വിചാരിച്ചു നീ ചെയ്തു വരുമെന്ന്, പക്ഷെ നീ ചെയ്തു വന്നില്ല എന്ന് എനിക്ക് തിരെ വിശ്വസിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ അവർക്ക് ഭയങ്കര ആക്ടിങ് ആയിരുന്നു അല്ലേ? അവർക്ക് ഭയങ്കര ഇത് ഫീൽ ചെയ്യും. മാത്സ് ആയതുകൊണ്ട് എന്റെ പ്രശ്നം വെച്ചാൽ ഈ പൊതുവെ എന്റെ സബ്ജക്ട് മാത്സ് ആയതുകൊണ്ട് മാത്സിനോട് ഒരു പേടിയുണ്ടല്ലോ. ശരിക്കും മാത്സ് എടുക്കാനുള്ള കാരണം എന്തായിരുന്നു? അതും ഒരു കഥയാണ്. മാത്സിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ലിറ്ററേച്ചർ, എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ലിറ്ററേച്ചർ ആയിരുന്നു ഇഷ്ടം. പിന്നെ അന്ന് ഞങ്ങളൊക്കെ ആ കാലത്ത് അത്യാവശ്യം നന്നായി പഠിക്കുന്ന കുട്ടികളെ പിന്നെ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലേ വിടുള്ളൂ. അപ്പൊ പഠിപ്പിച്ചിട്ട് ആയിരുന്നു വന്ന്. അപ്പൊ പാരന്റ്സ് വേറെ ഫസ്റ്റ് ഗ്രൂപ്പിൽ ചേർത്തു. അങ്ങനെ പിന്നെ മാത്സ് ആണ് എന്റെ സൈഡിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ മാത്സിലേക്ക് വന്നതാണ്. എന്റെ ഉദ്ദേശം അത്രേ ഉള്ളൂ. മാത്സിനോട് കുട്ടികൾക്ക് ഉള്ള പേടി, ടീച്ചറോടുള്ള പേടി ആയിരിക്കരുത്, മാത്സിനോടുള്ള പേടിയായിരിക്കും. അതും ഇതുപോലെ ഇമോഷണൽ ഇന്റലിജൻസ് വെച്ചിട്ട് അതെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറെയൊക്കെ പറ്റിയിട്ടുണ്ട്. ഒരു എത്രയോ ബാക്കിലായ കുട്ടികളെയൊക്കെ കുറെയൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. എന്റെ ഒരു വിശ്വാസത്തില് എന്നോട് കുട്ടികൾ തന്നെ ഒരു ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. ചേച്ചി വന്ന ശേഷമാണ് മാത്സിനെ ഒന്ന് അറിയാൻ തുടങ്ങിയെന്നൊക്കെ. അതായത് ഇപ്പോഴാണ് സൈക്കോളജി അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത്, ഡിപ്ലോമ എടുത്തത്. പക്ഷെ അതിന്റെ മുന്നേ ചേച്ചി എനിക്കിഷ്ടമായി. ഞാൻ BEd പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിന്റെ കൂടെ കുട്ടികളുടെ സൈക്കോളജി പഠിക്കാനുണ്ട്. അപ്പോഴേ ഞങ്ങൾ എടുത്തൊരു സാറാണ് അരുൺ സാർ. ഇപ്പോഴും സാറിന് ആലോചിക്കുകയാണ്. അപ്പൊ സാറിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ അപ്പോഴേ എന്റെ മനസ്സിൽ കുട്ടികൾ, നമ്മൾ ഏതായാലും ടീച്ചിങ്ങിലാണ്, അപ്പൊ കുട്ടികളെ മനസ്സിലാക്കിയിട്ട് വേണം അത് അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പൊ അന്നേ എനിക്കിത് പഠിക്കാനും ഇഷ്ടമായിരുന്നു. പിന്നെ എന്താ പറയാ, എന്റെ ഒരു ഭാഗ്യം, നമ്മൾ ആഗ്രഹിക്കുന്ന, ഞാൻ എപ്പോഴും പൗലോ കൊയ്ലോനെ വിചാരിക്കുന്നതാണ്. പൗലോ കൊയ്ലോ എന്റെ ഫേവറേറ്റ് ഓത്തർ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പറഞ്ഞ പോലെ എന്റെ മുമ്പിലേക്ക് മൃദുല ടീച്ചർ കടന്നു വന്നു. ടീച്ചറാണ്. അങ്ങനെ ഞങ്ങൾ പരിചയം. അവിടെ സ്കൂളിൽ കുറെ കൗൺസിലേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷെ ആരുമായിട്ടും അങ്ങനെ ഒരു ആരാന്ന് വന്നു പോകുന്ന നമ്മൾ അറിയാറില്ല. സംഭവം റീച്ചബിൾ അല്ല, അല്ലെങ്കിൽ വേറൊരു ഇമേജ് നമ്മൾ അതിന് കൊടുത്തു. സത്യം അതെനിക്ക്, ഞാനത് ആ BEd പഠിച്ചതല്ലാതെ വേറെ ഒന്നും എനിക്ക്, ഞാൻ ഇങ്ങനെ ടീച്ചേഴ്സ് ഒക്കെ വായിക്കാറുണ്ട്, അല്ലാതെ എനിക്ക് അതിൽ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ടീച്ചർ പറഞ്ഞപ്പോഴാണ്, ടീച്ചർ ഇങ്ങനെ ചെറിയ ഞാൻ എനിക്ക് ഇഷ്ടമാന്ന് പറഞ്ഞപ്പോൾ ചെറിയ ഓൺലൈൻ ക്ലാസ്സുകളും സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഒക്കെ എനിക്കിങ്ങനെ ലിങ്ക് അയച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ ടീച്ചർക്ക് മനസ്സിലായത്. അപ്പൊ എനിക്കത് കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയി. പിന്നെയാണ് ഈ ഡിപ്ലോമ കോഴ്സിനെ കുറിച്ച് പറഞ്ഞു തന്നതും. അപ്പം ചേച്ചി ഇപ്പം അതായത് LKG മുതൽ 9th വരെയുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? 10th വരെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇവരെ എങ്ങനെയാണ് ഒരു ഹാൻഡിൽ ചെയ്യാൻ? നല്ല പാടല്ലേ? എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പം IEEE ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജും IEEE ഒരു കൊളാബറേഷനുമായിട്ട് ഞങ്ങളിപ്പം സ്കൂളുകളിൽ പോയിട്ട് കുട്ടികൾക്ക് നമ്മൾ ഈ ആർഡിനോ, റാസ്ബെറി പൈ അങ്ങനത്തെ കുറെ മൈക്രോ കൺട്രോളേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിനെ കുറിച്ചിട്ട് ക്ലാസ് എടുത്ത് കൊടുത്ത് അവർക്ക് അത് വെച്ച് പ്രൊജക്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ്. അപ്പം ഞങ്ങൾ അതിന്റെ ലോഞ്ചിങ് കഴിഞ്ഞ ആഴ്ചയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ പോയിട്ട് അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. ഇവരെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം പെട്ടെന്ന് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാണെങ്കിൽ കേട്ടിരിക്കും. പെട്ടെന്ന് ഒരു ചെറിയ പോയിന്റിൽ നിന്ന് അവര് ചിന്ത മാറിപ്പോവും. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ചേച്ചി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് കാര്യങ്ങളൊക്കെ? ചോദിച്ച ചോദ്യം വളരെ എന്താ പറയാ, കാര്യമായിട്ടൊരു ചോദ്യം തന്നെയാണ്. കാരണം എങ്ങനെയാണ് ഒരു ടീച്ചർ ഏറ്റവും ചെറിയ ക്ലാസ്സും ഏറ്റവും വലിയ ക്ലാസ്സും ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പ്രയാസം തന്നെയാണ്. അതിനൊരു ടെക്നിക്ക് തന്നെ വേണം. ഞാനത് കഴിഞ്ഞ തവണ ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ, ഞാൻ പറയാം KG മുതൽക്കേ എടുത്തിട്ടുണ്ട്. KG മുതൽ 10th വരെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടിനും ഡിഫറെന്റ് അപ്രോച്ച് തന്നെയാണ്. കഴിഞ്ഞ തവണ ഞാൻ 4th സ്റ്റാൻഡേർഡും 10th സ്റ്റാൻഡേർഡും ആണ് എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ 10th പഠിപ്പിക്കുന്ന കുട്ടികൾ വെച്ചിട്ട് മെച്ചോർഡ് ആയിട്ടുള്ള മക്കളാണ്. 4th പഠിക്കുമ്പോൾ അവര് വളരെ കൊഞ്ചി കളിക്കുന്ന കുട്ടികളാണ്. നമ്മൾ അതിന്റെ കൂടെ കൊഞ്ചാൻ തുടങ്ങി. ആ കുട്ടികളെ എന്താ പറയാ, അവരുടെ കൂട്ടത്തിൽ ഒരാളായി തുടങ്ങി അവരനുസരിച്ചിട്ട് നമ്മളെ കൂടെ വരും. പ്രത്യേകിച്ച് മാത്സ്, അവർക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ആ സ്നേഹത്തോടുകൂടെ പറഞ്ഞാൽ അവർ കുറേയൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. മുഴുവനായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും 2 ക്ലാസ്സിലും എനിക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയി തോന്നുക ഈ കുട്ടികളടുത്ത് പോകുമ്പോഴാണ്, ചെറിയ മക്കളടുത്ത്. പക്ഷെ ഇപ്പൊ ടീച്ചേഴ്സ് പറയണേക്കാം ഫസ്റ്റ് സ്റ്റാൻഡേർഡും സെക്കൻഡ് സ്റ്റാൻഡേർഡും ഒക്കെ പറയുമ്പോൾ ഭയങ്കര സ്ട്രെയിൻ എടുക്കേണ്ടി വരും. അവരൊന്ന് ക്ലാസ്സിൽ അടക്കിയിരുത്തുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പണി തന്നെയാണ്. അതിനൊരു ഇത് വേണം, സ്കില്ല് വേണം. അപ്പൊ അവിടേക്ക് ഈ സൈക്കോളജിന്റെ എത്രത്തോളം അവിടെ യൂസ്ഫുൾനെസ് ഉണ്ടായിരുന്നു? അതെ, അത് ചേച്ചി ഇപ്പം ഓൾറെഡി യൂസ് ചെയ്ത് വന്ന ടെക്നിക്സും ഇപ്പൊ പഠിച്ച സംഭവവും തമ്മിൽ എന്തെങ്കിലും കണക്ട് ആയോ? തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തന്നെ പോകാൻ കാരണം. കുട്ടികളെ ഇപ്പൊ ഒരു കുട്ടി ഒരു ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ കുട്ടി വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ ചീത്ത പറയാതെ അത് എന്താണ് കാരണം എന്ന് അന്വേഷിക്കാൻ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇത്
പഠിച്ച് കുറച്ചുകൂടി എന്താ പറയാ നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് ചോദിക്കാന്ന് പറയും അല്ലെ, ഉള്ളിൽ അത് അറിയാം അവരുടെ എന്താ പറയാ തിയററ്റിക്കലി അല്ല നമ്മുടെ പ്രാക്ടിക്കലി അവർക്ക് മനസ്സിലാകാം എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ബാക്കോട്ട് നിൽക്കുന്നത്, എന്തുകൊണ്ടായിരിക്കും ഹോംവർക്ക് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ഡള്ളായിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയെ കുറ്റപ്പെടുന്നതിന് മുമ്പ് ഇപ്പൊ ഞാൻ ചിന്തിക്കും ചിലപ്പോൾ അതിന്റെ ബാക്കിൽ സാറ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്ന അത് ഒരുപാട് സാറിന്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ഞങ്ങൾക്ക് സാർ ക്ലാസ് എടുത്ത് തന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒരുപാട് ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട്. നമ്മൾ റിയൽ ലൈഫിൽ വരുന്ന കുറെ സംഭവങ്ങൾ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കുട്ടികളുടെ നിന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാരണം കുട്ടികൾ പല രീതിയിലുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ആ കുടുംബങ്ങളിലെ പല രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് കുട്ടികളുടെ നിന്ന് കിട്ടുന്നത്. അപ്പൊ നമുക്കത് ഒരു സിറ്റുവേഷനിൽ ചെല്ലുമ്പോൾ ഓരോരുത്തരുടെ പെരുമാറ്റം കാണുമ്പോൾ നമ്മൾ ഇതൊക്കെ കണക്ട് ചെയ്യാൻ ഈ കുട്ടികളുടെ പെരുമാറ്റം നമുക്ക് മനസ്സിലാവും കറക്റ്റ് ആയിട്ട്. ഇനിയിപ്പോ ഞാൻ അടുത്ത ഇതിന്റെ കൂടെ പറയുകയാണെങ്കിൽ ഏതായാലും ഇത് കംപ്ലീറ്റ് ആയി, ഇനി ഞാനിപ്പോൾ ഒരു സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അടുത്താണ് ചേരാൻ പോകുന്നത് ലേണിംഗ് ഡിസബിലിറ്റി മാനേജ്മെന്റ് എന്നൊരു കോഴ്സാണ്. എല്ലാവരും അതുവരെ ചെയ്യാവുന്ന ചെറിയൊരു കോഴ്സാണ്, 6 മാസത്തെ തന്നെ. അപ്പൊ ഇതും ആണ് നമ്മുടെ ക്ലാസ്സിലൊക്കെ വളരെ ബാക്കൗട്ടായി നിൽക്കുന്ന കുട്ടികളുടെ ടീച്ചേഴ്സിന് ഭയങ്കര തലവേദനയാണ്. കാരണം അവരെന്ത് പറഞ്ഞാലും നമുക്ക് പല തരത്തിലുള്ള കുട്ടി ഒരു ക്ലാസ്സിലുണ്ടാവുക, അവരെ ഒരേപോലെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് ബാക്ക്വേർഡ് നിൽക്കുന്ന കുട്ടികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൂടി ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ശരിക്കും ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ ഒരു സമൂഹത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അല്ല, ഒരു ടീച്ചറാണ്. കാരണം ആ ഒരു ടീച്ചറെ ആറ്റിറ്റ്യൂഡ് കാരണം ഈ ലോകത്തുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ അത്രയും വലുതായിരിക്കും. സത്യം. അതെ അതെ, അത് ഞാൻ ടീച്ചർ ആയതുപോലും എന്റെ നല്ല ടീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഹാർട്ടിറ്റ്യൂഡ് തുടങ്ങാനും കാരണം ടീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. ആ ഒരു കണക്ഷൻ അത്രയും ഒരു പ്യൂറസ്റ്റ് അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ആണ്, ഒപ്റ്റിമിസ്റ്റിക് ആണ്. അപ്പം നമ്മളിപ്പോൾ ഈ നെറ്റ്വർക്ക് തന്നെ ഇപ്പം അല്ലെങ്കിൽ ഇപ്പം ടീച്ചേഴ്സ് ഏച്ചിക്ക് ഒരു ടീച്ചറുകാരൻ ടീച്ചറായി, ഞാനൊരു ടീച്ചറുകാരൻ ഇപ്പോൾ ഒരു NGO ഫൗണ്ടറായി. അപ്പം ഇതുപോലെ തന്നെ ഏച്ചിക്ക് ഒരു ടീച്ചറായിട്ട് ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നിയ ഒരു കുറച്ച് ഏതെങ്കിലും നിമിഷങ്ങളുണ്ടോ, അല്ലെങ്കിൽ അത് ഏതായിരുന്നു? അങ്ങനെ എടുക്കുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ട്. കാരണം ഒന്നാമത് ഏറ്റവും നമ്മുടെ മാത്സ് ആയതുകൊണ്ട് അതിൽ കുട്ടികള് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഇപ്പൊ ആ കുട്ടി +1 +2 ആയിരിക്കും. ആ കുട്ടി ഞാൻ പറഞ്ഞ ഒരു 8ാം ക്ലാസ്സില് പിന്നെ വരെ എനിക്ക് മാത്സിന് 1 ഡിജിറ്റ് മാർക്കായിരുന്നു. അപ്പോൾ ചേച്ചി ഞാൻ അവളെ 10ാം ക്ലാസ്സിലാണ് എടുത്തത്. അപ്പോൾ അതിനുശേഷം എനിക്കത് 2 ഡിജിറ്റെങ്കിലും ആയി, അല്ലെങ്കിൽ ഒരു പാസ് മാർക്കെങ്കിലും കിട്ടി. വലിയ മാർക്കൊന്നും അല്ല, എനിക്കത് ചേച്ചീൻ്റെ ഇതുകൊണ്ട് തന്നെയാണ്. അവള് പിന്നെ എടുത്ത് +1 മാത്സ് എടുത്തു. അപ്പോൾ അത് അവളെനിക്ക് ഞാനിവിടെ എൻ്റെ ഫോണിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും വലിയൊരു ഗിഫ്റ്റായിട്ട് അവള് പറഞ്ഞ ചേച്ചി കാരണമാണ് എനിക്ക് മാത്സിനോട് ഇഷ്ടം തോന്നിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സന്തോഷങ്ങളാണ്. എല്ലാ ടീച്ചേഴ്സും കൗൺസിലിംഗ് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ എല്ലാ ടീച്ചറും നല്ല കൗൺസിലർ ആവണം. അതൊരു ബേസിക് ഐഡിയ തന്നെയല്ലേ? ബേസിക് ഐഡിയ ആണ്. ടീച്ചേഴ്സ് കൗൺസിലർ ആണ്. ഞങ്ങൾ B.Ed അത് തന്നെയാണ്, കുട്ടികളുടെ സൈക്കോളജിയാണ് പഠിക്കുന്നത്. പക്ഷെ ഞാൻ ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാവരെയും ഞാൻ പ്രൊമോട്ട് ചെയ്തതും ഇതും. കാരണം നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കുട്ടികളോട് എന്താ പറയുക അപ്രോച്ച് തന്നെ മാറും, നമ്മുടെ സെൽഫായിട്ട് മാറും, മറ്റുള്ളവരുടെ അപ്രോച്ച് മാറും. അപ്പൊ അത് ഞാൻ നിർബന്ധമായിട്ടും പറയുന്നത് എല്ലാ ടീച്ചേഴ്സും അറ്റ്ലീസ്റ്റ് ഇന്ന പോലെ ഒരു കുഞ്ഞു ഡിപ്ലോമയെങ്കിലും കൗൺസിലിംഗിൽ എടുത്തിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സൂപ്പർ ചേച്ചി. അപ്പം ഈ വരുന്ന വേൾഡ് ടീച്ചേഴ്സ് ഡേക്ക് ചേച്ചിന്റെ സൈഡിൽ നിന്ന് എന്താണ് ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യാനുള്ളത്? എനിക്ക് പറയാനുള്ളത് തന്നെയാണ്, ടീച്ചർ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാവരും പറയണ പോലെ ഒരു വേൾഡ് ബിൽഡ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഒരു സ്റ്റോണാണ്, ഫസ്റ്റത്തെ ഒരു ബേസിക് സ്റ്റോണാണ്. അപ്പോൾ അത് സ്ട്രോങ് ആയിരിക്കണമെങ്കിൽ നല്ല ടീച്ചർ ആവണമെങ്കിൽ കുട്ടികളോടുള്ള മനസ്സിലേക്ക് എത്തണം. അവരും ഈ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഛർദ്ദിച്ചു കൊടുക്കുന്ന ഒരു ആളാവരുത്. അപ്പൊ കുട്ടികൾക്ക് ഞാൻ പഠിക്കണം എന്നതിനപ്പുറം ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, നല്ല മനുഷ്യൻ, ആ സബ്ജക്റ്റിന്റെ അപ്പുറം ഇതിന്റെ കൂടെ നമുക്ക് അവരുടെ എന്താ പറയാ സ്വഭാവത്തെയും കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് അതായിരിക്കും നല്ല ടീച്ചർ. ഞാൻ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ ആവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്റെ ടീച്ചേഴ്സിനെ അനുകരിക്കാനാണ്, പഠിപ്പിച്ചവരെ അതുകൊണ്ടാണ് ഇപ്പോഴും ഞാൻ എല്ലാ ടീച്ചേഴ്സിലേക്കും എൻ്റെ ഈ 2 ടീച്ചേഴ്സിനെ ഞാൻ നേരിട്ട് വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യാറുണ്ട്. അവരെന്നെ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു എന്തായിട്ട് ഞാൻ എൻ്റെ ഭാഗ്യമായിട്ട് കരുതുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ചേച്ചി, ഈ ഒരു ഹാർട്ടിറ്റ്യൂഡിന്റെ ഒരു സപ്പോർട്ടിങ്ങിനും. ചേച്ചി ഇത്രയും ഒരു വലിയ മിഷൻ തന്നെയാണ് ഇപ്പം ചേച്ചിയോട് ഇരിക്കുന്നത്. അത് ഇനിയും ഈ ഒരു എന്താ പറയുക മൊമെന്റത്തോട് കൂടി തന്നെ മുന്നോട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു അർജുൻ, നീ എൻ്റെ
എന്താ പറയാ ഒരു സ്റ്റുഡന്റിന്റെ ഇന്റർവ്യൂ എടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ ഇനി ഉയരങ്ങളെത്തട്ടെ. താങ്ക് യു മച്ച്.